കോൺഗ്രസിനകത്ത് ഏതെങ്കിലും പ്രശ്നത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം വന്നാൽ അത് ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തിന്റെ പേരിൽ ചാർത്തുകയും CPM-നകത്ത് അത്തരം ഒരു അഭിപ്രായം വന്നാൽ അത് ജനാധിപത്യം അല്ലെന്ന് പറയുകയും ചെയ്യുന്ന യുക്തി നിലനിൽക്കത്തില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സമരം എന്നുള്ളത് സൂചനാ സമരമാണ് അവിടെ നടത്തിയത്, വിഴിഞ്ഞത്ത് നടത്തിയത്. പാർട്ടി സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ജില്ലയിലെ പാർട്ടി നേതാക്കളെല്ലാം പങ്കെടുത്തതാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഇല്ല, സെൻട്രൽ കമ്മിറ്റിക്കും ഇല്ല. ചില ആളുകൾ അല്ലെങ്കിൽ ചില ലീഡർഷിപ്പ് പറയുന്നതിന്റെ ശൈലിയുടെ പ്രശ്നം മാത്രമാണുള്ളത്. ഏതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ദിവ്യ എസ് അയ്യരെ മാറ്റി ആരെ വേണമെങ്കിലും വെക്കാനും മാറ്റാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. പക്ഷേ തുറമുഖം നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിതയെ മാറ്റിയിട്ട് അവിടെ അദാനിക്ക് താല്പര്യമുള്ള ഒരാളെ വെച്ചതും അല്ല. പിണറായി വിജയൻ സർക്കാർ ഒരു മിനിറ്റ് ഇന്ററപ്റ്റ് ചെയ്യല്ല. അതായത് ഈ ഇവരെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദാനി സർക്കാരിന്റെ മീൻസ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദാനി എത്തിയിരുന്നു, പക്ഷെ നിലം തൊടാതെ ഓടിക്കുകയാണ് ചെയ്തത്. അവരെയാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ഞാൻ പറയാം. പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അദാനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാട് ദിവ്യ എസ് അയ്യർ എടുത്തു. അവരൊരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിന്റെ ഭാര്യ ജീവിത പങ്കാളിയായിട്ട് പോലും ഗവൺമെന്റ് അവരുടെ ശേഷി വീട്ടിൽ പോയി സതീശൻ കരയുക വരെ ചെയ്തു, വൈകാരികത ഉയർത്തി. അതെ. എന്നിട്ട് അവര് വന്നപ്പോ അവര് ശേഷി അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ തുടരണമല്ലോ, അല്ലാതെ മാറ്റാനുള്ള അവകാശത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്തില്ല. അവരെയാണ് ഏറ്റവും പെട്ടെന്ന് മാറ്റിയത്. അദാനിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് നമുക്ക്, കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്. CPM-ഓ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അദാനിക്ക് കേരളത്തിൽ റോളില്ല, ഒരു റോളും ഇല്ല. BJP-യുടെ ലീഡർഷിപ്പിന് ഒരു പോസ്റ്റിലേക്കോ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അദാനിക്ക് റോളുണ്ട്. അദാനിക്ക് റോൾ ഉണ്ടാക്കി കൊടുക്കലാണ് ഈ പോസ്റ്റിങ്ങിലൂടെ എന്നുള്ളത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ പതുക്കെങ്കിലും മനസ്സിലായിക്കോണം. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. മുമ്പ് കാലത്ത് ശ്രീ K. കരുണാകരൻ, ശ്രീ AK ആന്റണി സംഘർഷം ഉണ്ടായതുപോലെ, ശ്രീ ഉമ്മൻചാണ്ടിയും മറ്റു രമേശ് ചെന്നിത്തലയായിട്ട് സംഘർഷം ഉണ്ടായതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം, ശ്രീ KC വേണുഗോപാൽ ഉന്നയിച്ച പ്രശ്നം, അദാനി അല്ല കേരളം ഭരിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ VD സതീശന് കൊടുത്തുകൊണ്ട് ഭാവിയിൽ അവരുടെ ആഭ്യന്തര പ്രശ്നത്തിലെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയരാൻ പോകുന്നത് ഈ അദാനി ബന്ധമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, അദാനിക്ക് തുറമുഖം കൊടുത്ത നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് ഇടതുപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. അദ്ദേഹം ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞല്ലോ. ആ രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ ആര് അദാനിക്ക് ഫേവർ ചെയ്താലും അത് എതിർക്കപ്പെടേണ്ടതാണല്ലോ. അത് സ്വന്തം പാർട്ടിയിൽ ആള് ചെയ്താൽ എതിർക്കപ്പെടാതിരിക്കുകയും CPM ചെയ്താൽ എതിർക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടത്താപ്പ് ഇനി ഇവിടെ വന്ന് വെറുതെ പൊറോട്ട കഴിച്ച് മാത്രം വെള്ളത്തിൽ ചാടിയിട്ട് മാത്രം രാഹുലിന് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കുറച്ചു നാളിനകം കേരളത്തിലെ മണ്ഡല പുനർനിർണയം നടക്കാൻ പോവുകയാണ്. ആ മണ്ഡല പുനർനിർണയത്തിൽ ലീഗിന് ആവശ്യം കുറച്ച് മണ്ഡലങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാ. കോൺഗ്രസിന് അങ്ങനെ ചില താല്പര്യങ്ങളുണ്ട്. ബാക്കി വിഷയങ്ങൾ എടുത്തിട്ട് BJP-ക്ക് ജയിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുന്ന മണ്ഡല നിർണയത്തിന് വേണ്ടിയാണ് ഈ ശേഷാദ്രിനാഥിനെ BJP-യുടെ സപ്പോർട്ടോടുകൂടി ഇലക്ഷൻ കമ്മീഷനായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് രാജേന്ദ്ര സാറിനെ പോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കുന്ന നല്ലതാണെന്ന് മാത്രമല്ല. ഈ KPCC സെക്രട്ടറി ശ്രീ PM നിയാസ് തന്നെ പറഞ്ഞു, അഡ്വക്കേറ്റ് PM നിയാസ് തന്നെ പറഞ്ഞു, 3-ൽ നിന്ന് 30 BJP-ക്ക് ശേഷാദ്രിനാഥിന്റെ വിഷയത്തിൽ. അതെ, അത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ആശയങ്ങളും ചർച്ചകൾ നടന്നു വരിക. പക്ഷെ ഇത് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. എന്നാൽ 10 വർഷത്തെ ഭരണമില്ലായ്മയിൽ നിന്നും കുറച്ചു നാളത്തേക്കെങ്കിലും ഭരണം കിട്ടാൻ VD സതീശനെ നമ്പിരിക്കണമെന്നുള്ളത് മാത്രം അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും താല്പര്യങ്ങളെ ബലികഴിക്കുകയാണ്. ഫലത്തിൽ കേരളത്തിൽ ഒരു BJP കോൺഗ്രസ് മുന്നണി കേരളം ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആപത്ത് ഇന്നലെയൊക്കെ അവരുടെ ചർച്ചയിൽ വളരെ രൗദ്രഭാവത്തിലാണ് BJP പ്രവർത്തകർ സംസാരിച്ചത്. CPM-നെതിരായിട്ട് VD സതീശനെ ഫേവർ ചെയ്തുകൊണ്ട്. അതുപോലെ മുഹമ്മദ് റിയാസിനെ, അത്തരം ഒരു വിമർശം ഉന്നയിച്ച മുഹമ്മദ് റിയാസിന്റെ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് അതായത് ഏതൊക്കെ CPM-നകത്ത് ഇസ്ലാമിക പേരുകളുണ്ടോ ആ പേരുകളെല്ലാം എടുത്ത് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും BJP കേരളത്തിൽ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, BJP മാത്രമല്ല, G. സുധാകരൻ തന്നെ ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായ
ആലപ്പുഴയിലെ അതെ, അതെ, പ്രതിനിധി പേര് വെച്ച് ഷാജഹാന്റെ പേര് ചോദിച്ചിട്ട് അദ്ദേഹത്തെ വർഗീയവാദി പേര് വെച്ച് പറഞ്ഞു. വർഷങ്ങളായി അദ്ദേഹത്തെ പേര് അറിയാവുന്ന ആളാണ്. കാരണം വേറെ കുറ്റപ്പെടുത്തേണ്ട അജിം ഷാ, കന്നി എന്നാ കന്നും കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോ ആ സ്വഭാവം കാണിക്കാൻ പറ്റൂ, അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് വേറൊന്നും പറയാനില്ല. ഈ ഒറ്റ കാര്യം പറയാനുള്ളൂ. ജി സുധാകരന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, ചെല്ലുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ സ്വഭാവമാണ്. ചെല്ലുന്ന സ്ഥലത്തെ പാത്രത്തിന്റെ ആകൃതി വെള്ളം സ്വീകരിക്കും. ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെള്ളം ഒഴിച്ചു വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി വെള്ളം സ്വീകരിക്കും. സ്വഭാവം പോലും ഇപ്പോ ജി സുധാകരനിലൂടെ സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് കന്നി എന്ന കന്നും കൂട്ടത്തിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് തന്നെ എല്ലാം ഉണ്ട്. അതായത് വി ഡി സതീശൻ മുമ്പോട്ട് വെക്കുന്ന സംഘപരിവാർ വൽക്കരണം അത് നിസ്സാരമല്ല. ഓരോ മുഹൂർത്തങ്ങളിലൂടെയും ഓരോ ഘട്ടങ്ങളിലൂടെയും അത് ബോധ്യമാവുകയാണ്. എന്തിന് കൂടുമാറി ഇന്നലെ അവിടെ ചെന്ന നേതാക്കന്മാരിൽ പോലും വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താവ് പോലും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറുന്ന ഒരു കാഴ്ച പോലും നാം കാണുന്നു. അവിടെയാണ് ഈ സംഘപരിവാർ വൽക്കരണം ഗ്രാവിറ്റിയിൽ ശ്രീ പി കെ ഗോപൻ. ഇവിടെ ചിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ശ്രീ കെ സുധാകരൻ. പണ്ട് CPM തടസ്സപ്പെടുത്താതിരിക്കാൻ RSS ശാഖയ്ക്ക് കാവലെന്ന പാരമ്പര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ കെ സുധാകരനോട് ചേർന്നിരിക്കുകയാണ് വി ഡി സതീശൻ തന്റെ പ്രവൃത്തി കൊണ്ട്. അതുകൊണ്ട് ഇത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു അലയൻസും കൂടിയായിട്ട് മാറാൻ പോവുകയാണിത്. തീർച്ചയായും തീർച്ചയായും അദ്ദേഹം വലിയ എതിർത്ത് പുകച്ചു ചാടിച്ചതാണ്. എങ്കിൽ പോലും എന്താണ് അശ്ലീലം പോലും പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്നാലും ഈ പൊതു ആവശ്യത്തിൽ അവർ ഒന്നിക്കുന്നു എന്നൊരു നിരീക്ഷണം അത് അദ്ദേഹം വളരെ അത് പിന്നെ അവർ സ്ഥിരം പറയുന്നതാണ്. അവർ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, വി ഡി സതീശന് അതിൽ കുറച്ചൊന്നും വിളിക്കാനില്ലെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. വി ഡി സതീശന് അതിൽ കുറച്ചൊന്നും പറയാനില്ല എന്ന് സുധാകരൻ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്.